ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരികളെ, ഇന്ന് ഇതിപ്പോൾ കേൾക്കാനുള്ള എന്ത് മൂഡിലാണ് ഇരിക്കുന്നത് അറിയുന്നില്ല. ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അച്ഛൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ്, എൻ്റെ പ്രാർത്ഥനയിലൂടെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനോട് അവരുടെ ഒരു സൂം മീറ്റിംഗിൽ ഷെയർ ചെയ്ത ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നുന്നതാണ്. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയില്ല. ജസ്റ്റ് ഒറ്റ വാക്ക്, ഒറ്റ സ്റ്റേറ്റ്മെന്റ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുകയാണ്. ഈശോ പറഞ്ഞ പോലെ പറയാനുള്ള ഒരു ആംബിയർ, അത്ര ഒരു കോൺഫിഡൻസ് എനിക്കില്ല. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഈശോ പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെന്റ്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ 2 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കും. പ്രത്യേകിച്ച് 20-ാമത്തെ അധ്യായത്തിൽ ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ശിഷ്യന്മാരെ കണ്ടിട്ട് ആദ്യം പറയുന്നത് എന്നോട്ടോ എന്നല്ല, സുഖമാണോ എന്നൊന്നല്ല, അവരുടെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും ഈശോ ചോദിച്ചില്ല. ഈശോ അവരോട് വളരെ സിമ്പിളായിട്ട് ബട്ട് വെരി പവർഫുൾ, അവർ കേൾക്കേണ്ട ഒരു സുവിശേഷം ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നമ്മൾ പരിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോൾ ഏത് റൈറ്റിലുള്ള കുർബാന നമ്മൾ അർപ്പിച്ചാലും നമ്മൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നുണ്ട്. വൈദികൻ സമാധാനം ആശംസിക്കുന്നുണ്ട്. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ, നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാന്നൊക്കെ പറയില്ലേ? ആ സമയത്ത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ്. നമ്മൾ അങ്ങോട്ട് തിരിക്കുമ്പോഴത്തേനും അപ്പുറത്തോട്ട് തിരിയുന്നു. ചിലപ്പോൾ നമുക്ക് ഈ പീസ് ബി വിത്ത് യു കിട്ടാതെ നമുക്ക് അപ്പോൾ ഉള്ള പീസ് സമാധാനമൊക്കെ പോകുന്ന ചിലപ്പോഴൊക്കെ പറ്റുമായിരിക്കും. ഇന്നിതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആശ്വസിപ്പിക്കാൻ, ഒരു സമാധാനം തരാനോ, ചിലപ്പോൾ ഉള്ള സമാധാനമൊക്കെ എടുത്തു കളയാനൊക്കെ ആയിരിക്കും ആളുകൾ സിറ്റുവേഷനൊക്കെ നമ്മുടെ മുന്നിലുള്ളത്. ഈശോ ഇത് നിന്നോട് പറയുന്നതായിട്ട് ഏറ്റെടുക്കുക. ഒരു വാക്കുകൾ മുഴങ്ങി കേൾക്കുന്നതല്ല. പീസ് ബി വിത്ത് യു, സമാധാനം നിന്നോട് കൂടെ. ശാന്തമാകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണോ ഇതിപ്പോൾ കേൾക്കുന്നതെന്ന് അറിയില്ല. സമാധാനമായിട്ടിരിക്കും. അടുത്തുണ്ട്, ജോലിയുണ്ട്, ശുശ്രൂഷകളുണ്ട്, ടെൻഷൻ അടിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഉറക്കം കിട്ടാത്ത ചില കാര്യങ്ങൾ, നാളെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പേടിച്ച് നിൽക്കുന്നതിനകം നിങ്ങൾക്ക് സമാധാനം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ ഒരു സിറ്റുവേഷനോടെ കടന്നു പോകുകയാണെങ്കിൽ, ഒന്നും പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവർക്കൊരു പ്രാർത്ഥിക്കുക, അവർക്കൊരു സമാധാനം. മറ്റാരുടെയും സമാധാനമല്ല, നിങ്ങൾ കൊടുക്കുന്നൊരു സമാധാനം പോലെയല്ല, ഈശോയുടെ സമാധാനം ഇപ്പോൾ ഈ ദിവസം ഈ മണിക്കൂറിൽ അവർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് മാത്രമേ സമാധാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഈശോയുടെ സമാധാനം സ്വീകരിച്ചിട്ട് അപ്പസ്തോലിക സഭ, ആദ്യത്തെ അപ്പസ്തലം, ഈ അപ്പസ്തലന്മാരൊക്കെ സുവിശേഷം പ്രഘോഷിക്കുമ്പോഴൊക്കെ അവരുടെ ഒരു കേന്ദ്ര തീമുകളൊന്നായിരുന്നത്. അപ്പസ്തോലപ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ 11-12 വാക്യങ്ങളിലൊക്കെ അവരത് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് പറയുക, മറ്റാരിലും രക്ഷയില്ല എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ നിത്യജീവനിലേക്ക് നമ്മളെ രക്ഷിക്കുമെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഈശോയുടെ മക്കൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഓർക്കണം, എന്നെ രക്ഷിക്കാനും എന്നെ സമാധാനിപ്പിക്കാനും എനിക്ക് ജീവനെ ഒന്ന് പിടിച്ചുയർത്താനും അടുത്തൊരു ലെവലിലേക്ക് കയറാനും നിത്യജീവൻ എനിക്ക് തരാനും പറ്റുന്ന, രക്ഷ തരാൻ പറ്റുന്ന, സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ ആളുകളുള്ളൂ, അതെൻ്റെ ഈശോ മാത്രമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പൗലോസ് എഫേസ്യോസിലേക്ക് കത്തെഴുതുമ്പോൾ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, അവൻ നിങ്ങളുടെ സമാധാനമാണ്. ഹീസ് യുവർ പീസ്. ഈശോയാണ് നിന്റെ സമാധാനം.